ഹലോ എവരിവൺ, സ്വിസ് മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഫാമിലിയായിട്ട് അല്ലെങ്കിൽ കുട്ടികളുമായി യൂറോപ്യൻ രാജ്യത്തിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് അവരുടെ ഹെൽത്ത് പരമായി നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹെൽത്ത് കെയർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത്. അതായത് പ്രത്യേകിച്ച് പുറത്തു നിന്ന് വരുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ സെറ്റപ്പുകളെ കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് എങ്ങനെ ആക്സസ് ചെയ്യുമെന്നും അറിയാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് മനസ്സിലാക്കാൻ തന്നെയുണ്ട്. നമുക്കത് മനസ്സിലായി കഴിഞ്ഞാൽ പോലും ഇവിടുത്തെ ഒരു സിസ്റ്റം പ്രകാരം നമുക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ എവിടെയും ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല. അതെല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്രിക്വേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ചെയ്ത കുറച്ച് പ്രിക്വേഷൻസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നിർബന്ധമായി നമ്മൾ വരുമ്പോൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോൾക്ക് 5 വയസ്സാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻസ് മാക്സിമം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നു. അതുപോലെ തന്നെ വാക്സിനേഷൻസ്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് വാക്സിനേഷൻസ് മാത്രമാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫ്രീ വാക്സിനേഷൻസാണ് നമ്മൾ യൂഷ്വലി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാറ്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് വാക്സിനേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ നാട്ടിൽ നിന്ന് എടുത്തു വരാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇവിടെ അത് കൊടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. സോ നാട്ടിൽ നിന്ന് തന്നെ അത് നമ്മൾ എടുത്തു വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ യൂഷ്വലി ഗവൺമെൻറ്റിൽ കൊടുക്കുന്ന വാക്സിനേഷൻസ് എന്ന് വെച്ചാൽ MMR അല്ലെങ്കിൽ BCG പോലത്തെ വാക്സിനേഷൻസ്, പിന്നെ ഓരോ ഏജസിലും അല്ലെങ്കിൽ ഓരോ പ്രായത്തിലും ഈ ഗവൺമെൻറ് ഇത് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ ആശാ വർക്കേഴ്സ് പറയുന്ന വാക്സിനേഷൻസാണ് നമ്മൾ കൊടുത്തു പോകുന്നത്, ഫ്രീ വാക്സിനേഷൻസ്. പ്രൈവറ്റിൽ പോയി വാക്സിനേഷൻസ് കൊടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. നമ്മൾ ഒക്കെ ഗവൺമെൻറ് വാക്സിനേഷൻസ് മാത്രമാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് റിക്വയർഡ് ആയിട്ടുള്ള കുറച്ച് വാക്സിനേഷൻസ് ഉണ്ട്, അത് നമ്മൾ കൊടുക്കണം. അത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും വന്നു വിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല എമർജൻസി സിറ്റുവേഷൻസ് വന്നെങ്കിൽ മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് കിട്ടുക. അതിപ്പോൾ വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ സെയിമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് കൊണ്ട് നമ്മൾ മാക്സിമം വാക്സിനേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ എൻ്റെ മോൾക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കാത്തൊരു വാക്സിനേഷനാണ് ന്യൂമോണിയയുടെ ഒരു വാക്സിനേഷൻ എടുത്തിട്ടാണ് വന്നത്. അത് ഫൈസറിൻ്റെ വാക്സിനേഷൻ പ്രിവനാർ എന്ന് പറയുന്ന വാക്സിനേഷൻ നല്ല കോസ്റ്റ്ലിയാണ്. ഏകദേശം 6,000+ റേറ്റ് വരുന്നൊരു വാക്സിനേഷനാണ്. സോ അതെടുത്തിരുന്നു. അതുപോലെ തന്നെ ഫ്ലൂവിൻ്റെ ഒരു വാക്സിനേഷൻ ഉണ്ട്, അതിന് വലിയ കോസ്റ്റ്ലി 1,000 സംതിങ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്നുള്ളൊരു വരവായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വാക്സിൻസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനൊരു ബൂസ്റ്റർ ഡോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പ്രിവനാറിനില്ല, മീൻസ് ന്യൂമോണിയ വാക്സിന് ബൂസ്റ്റർ ഡോസ് ഇല്ല. പക്ഷേ ഫ്ലൂ വാക്സിനൊക്കെ ബൂസ്റ്റർ ഡോസുകളുണ്ട്. പക്ഷെ നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളാകെ 2 വാക്സിൻ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇനി വരാൻ പ്ലാൻ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഇവ കാര്യങ്ങളൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് കുട്ടികൾക്ക് വാക്സിനേഷൻസ് പ്രൈവറ്റിൽ പോയിട്ട് റിക്വയർഡ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള വാക്സിനേഷൻസ്, ഇത് നമ്മൾ പോകുന്ന രാജ്യത്ത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളത് ഒന്ന് അന്വേഷിച്ച് അതുകൂടി കൊടുക്കാൻ ശ്രമിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഇവിടെ വന്നിട്ട് ചിലപ്പോൾ മാൻഡേറ്ററി ആയിട്ടുള്ള കുറേ വാക്സിനേഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും. സോ നാട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ഇനിയിപ്പോൾ മലയാളത്തിലാണ് സർട്ടിഫിക്കറ്റ്സ് ഇല്ലെങ്കിൽ നമ്മളത് സർട്ടിഫിക്കറ്റായിട്ട് എടുത്ത് കയ്യിൽ വെക്കുക. അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടോ, ഇപ്പോൾ മലയാളത്തിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കയ്യിൽ വെക്കുന്നതും വളരെ നന്നായിരിക്കും. പിന്നെ മാക്സിമം മെഡിസിൻസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരിക. കുട്ടികൾക്ക് യൂഷ്വലി കൊടുക്കുന്ന മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. അതുപോലെ തന്നെ കുറച്ച് അസുഖങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മൾ അതിനുള്ള മെഡിസിൻസും നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മളത് വാങ്ങിച്ച് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ഇവിടെ വന്ന മെഡിസിൻസ് കിട്ടുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്സ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ പെട്ടെന്നെടുത്ത് കുറച്ച് സിവിയർ ആയിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ആൻറ്റിബയോട്ടിക്സ്. പക്ഷേ ഇവിടെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ 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 റെയറാണ്, കിട്ടില്ല എന്ന് തന്നെ പറയാം. ആൻറ്റിബയോട്ടിക്സ് ഇവിടെ കൊടുക്കില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് ശീലമായിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുത്തേ പറ്റൂ. ചിലപ്പോൾ മാറണം എന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അപ്പോൾ നമുക്കത് മാറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ അസുഖം മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതും
ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് ഇങ്ങനെയുള്ള ആവശ്യം പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ആൻറ്റിബയോട്ടിക്സ് ഒരു പ്രത്യേക ഒരു എണ്ണത്തിൽ കൂടുതലൊന്നും എഴുതി തരാൻ ചാൻസ് കുറവാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടി മേടിച്ച് വരുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. പിന്നെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റിക്കുള്ള എന്തെങ്കിലും മെഡിസിൻസ് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആയുർവേദം ആണെങ്കിൽ പോലും കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. അതുകൂടി നമ്മൾ കയ്യിൽ വെച്ചാൽ വളരെ നല്ലതാണ്. കുറച്ച് കാലത്തേക്കെങ്കിലും അവർക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ വെതർ കുറച്ച്, ഞാൻ പറഞ്ഞില്ല, കുറച്ച് തണുപ്പുള്ള വെതറാണല്ലോ സ്വാഭാവികമായിട്ടും. എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ വെതറിൽ വരുമ്പോൾ പെട്ടെന്ന് വരുന്ന അസുഖങ്ങളുണ്ടല്ലോ, പനി, ജലദോഷം, ചുമ, ഈ വക അസുഖങ്ങൾക്ക് പെട്ടെന്ന് പിടിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പോലുള്ള വല്ല ആയുർവേദ മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ് വിറ്റാമിൻ ഡി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. സോ കുട്ടികൾക്കും വരാം. അപ്പോൾ എല്ലാവർക്കും, മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അതിനുള്ള ഒരു സപ്ലിമെൻറ്റ്സ് കയ്യിൽ വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.